ഹലോ ഹായ് ഡിയർ സിന്ദൂര വ്ളോഗ്സിലേക്ക് സ്വാഗതം. യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ 6:30-7 മണിയപ്പോൾ തന്നെ ഞാൻ ഉണർന്നു. എനിക്കങ്ങോട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ എണീച്ചിരിക്കുന്നു. പക്ഷേ മക്കൾ നല്ല ഉറക്കമാണ്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊന്നും നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ രാത്രി ഇടയ്ക്കൊക്കെ ഉണരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ നിൽക്കുന്നത് കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള റിസോർട്ടിലാണ്. അപ്പോൾ ഈ കാപ്പിക്കുരു കൂടെ കൂടി ഇതിൻ്റെ മേളിൽ വന്ന് വീഴുമ്പോൾ അല്ല കല്ലെടുത്ത് എറിയുന്ന പോലെ തോന്നി. അതിൻ്റെ കൂടെ മഞ്ഞിൻ്റെ തുള്ളികളും കൂടെയൊക്കെ ആയപ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാത്രി അധികം ഉറക്കം വന്നില്ല. പക്ഷേ രാവിലെ നോക്കിയപ്പം നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഇതിന് താഴെ ഒരു വീടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ രാവിലെയാണ് കണ്ടത്. രാത്രി ഇതൊന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ കാപ്പിക്കുരുവൊക്കെ ഞാൻ പോയി സൂക്ഷിച്ചൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ റിസോർട്ട്. എന്നിട്ട് ഞാൻ നേരെ പല്ലൊക്കെ തേക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അകത്ത് ടോയ്ലറ്റിൽ സൗകര്യം ഉണ്ടെങ്കിലും പുറത്തിറങ്ങി പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. കാപ്പിക്കുരുക്കൾ അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടെ പോയി അതൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഫുള്ള് ഇതിൻ്റെ കാപ്പിത്തോട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് എല്ലാ മരങ്ങളും ഇതേ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ കാ നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഞാവൽക്കാ വീഴും പോലെ തറയിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പടി ഇറങ്ങിയിട്ട് വേണം താഴത്തെ റിസോർട്ടിൽ ചെല്ലാൻ. അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ ഉണർന്നപ്പോഴത്തേക്ക് അവരെയും പല്ല് തേപ്പിച്ചിട്ട് നേരെ താഴെ റിസോർട്ടിലേക്ക് പോയി. അവിടെ അവർ ഉണർന്നിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ പിന്നെ കറങ്ങാൻ പോകുന്ന സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 8:30 മണി കഴിഞ്ഞല്ലാതെ വിളിക്കരുത്, ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കിടന്നത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ താഴേക്ക് പോയി. അവിടെ ചെന്ന് ആദ്യത്തെ ഒരു തവണ വിളിച്ചപ്പോഴത്തേക്ക് അവർ ഉണർന്നില്ല. അപ്പോഴും നമ്മൾ അവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് വീഡിയോ എടുത്തു. അപ്പോഴത്തേക്ക് നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്ക് മഞ്ഞായിരുന്നു അവിടെ. നമ്മൾ ഉണർന്ന സമയത്ത് എനിക്കൊന്നും ഇത്രയും മഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് കോട വന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇന്നാണ് ഇതൊക്കെ നല്ലപോലെ കാണുന്നത്. കാരണം ഇന്നലെ നമ്മൾ വന്നപ്പോൾ 10:30 മണിയായി. അതുകൊണ്ട് ഇന്നലെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിഞ്ഞില്ല. റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പൂളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി നോക്കിക്കൊണ്ടൊക്കെ നിന്നു. അപ്പം നല്ല മനോഹരമായ പൂളാണ്. പക്ഷേ ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുന്ന ലക്ഷണമില്ല, അത്രയ്ക്ക് തണുപ്പുണ്ട്. അപ്പോൾ തന്നെ ലേ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ റിസോർട്ടിനകത്തേക്ക് പോയി. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. നമ്മളങ്ങോട്ട് കയറി ബഹളം തുടങ്ങിയപ്പോൾ തന്നെ കൊച്ചു പിള്ളേർ സഹിതം ഉണർന്നു. പിന്നെ അവർക്ക് ആർക്കും ഉറക്കം വന്നില്ല. പിന്നെ ഫുള്ള് കളിയായി. പിന്നെ പൂളിൽ ചാടാൻ വേണ്ടി റെഡി ആയിട്ടാണ് എൻ്റെ മോൻ നിൽക്കുന്നത്. പക്ഷേ അവൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് അവൻ വിനുമാമനെ പൊക്കിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ആദ്യമൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അവൻ വിറച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കയറി വന്നതാണ്. പക്ഷേ പിന്നെ എന്തായാലും അവൻ പൂളിൽ ഇറങ്ങിയിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തണുത്തിട്ടാണെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ച് അവൻ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. വിനുവിനും ആദ്യം തണുപ്പായതുകൊണ്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവനെ ഒന്ന് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി അവൻ പണിപ്പെട്ട് നോക്കി. പക്ഷേ അവന് ഒറ്റയ്ക്ക് വലിയ പേടിയായിരുന്നു ഇറങ്ങാൻ. അവസാനം സഹിയായിട്ട് വിനു വെള്ളത്തിലേക്ക്, നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ വിനു വെള്ളത്തിലേക്ക് ചാടി. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കി വെള്ളത്തിൽ കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ പിള്ളേർക്ക് ഓരോരുത്തർക്കും വെള്ളത്തിലേക്ക് ചാടണമെന്ന് തോന്നി. കുറച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും തണുത്ത് പല്ലും താടിയൊക്കെ കൂട്ടി ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരെ പൂളിൽ നിന്ന് കയറ്റി. അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു പൂളിൽ. അവിടെ നിന്നപ്പോൾ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ അവർ വന്നിട്ട് ഫുഡ് കൊണ്ട് തന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവരാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കഴിച്ചിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകാൻ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് സ്ഥലം കണ്ടിട്ട് നേരെ ഷിഫാനയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ദോശയും മുട്ടക്കറി ചമ്മന്തി അങ്ങനെയാണ് കൊണ്ടു തന്നത്. അതെല്ലാം പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ അവരെയും കൊണ്ട് നമ്മുടെ റൂമിലേക്ക് പോയി. എന്നിട്ട് അവരെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് താഴെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ചൂരൽമലയിലേക്കാണ്. അങ്ങനെ എല്ലാവരും റെഡിയായി. നമ്മൾ അങ്ങനെ റിസോർട്ടിലെ ചാവിയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മളെല്ലാവരും പോകാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് വന്നു. നമ്മൾ ചായ കുടിച്ചിട്ടില്ല. നമുക്കിനി പോകുന്ന വഴിക്ക് വേണം ചായ കുടിക്കാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ചൂരൽമലയിലേക്ക് പോകുന്നത്.
പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചയാണത്. അപ്പോൾ ഭംഗിയുണ്ട്. നമ്മളവിടെ നിർത്തിയിട്ട് അവിടെ ഒരു കടയിലാണ് നമ്മളെ ചായക്ക് പറഞ്ഞിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ ചായ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. മൂന്നാർ പോയൊരു അനുഭൂതിയായിരുന്നു ഈ ഭാഗം കണ്ടപ്പോഴത്തേക്ക്. അത്ര നല്ല കാഴ്ചയായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ വന്നത്. അപ്പോഴത്തേക്കും ചായ ഏകദേശം തണുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ചായയൊക്കെ കുടിച്ച് പിള്ളേർക്ക് ഓരോ ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ചൂരൽമലയിലേക്കാണ്. കണ്ട കാഴ്ചയെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിനെ ഒരുപാട് വിഷമിച്ചിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. മറ്റേ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ഒരേ ഒരു സംഭവം ഇതാണ്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. കാരണം ഇത്രയും വലിയ ഉരുണ്ട കല്ലുകളാണ് മറ്റുള്ളവരുടെ ദേഹത്ത്, അതായത് മറ്റുള്ളവരെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ പുറത്തുകൂടെ കയറി ഇറങ്ങി പോയെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്നൊരു വേദന എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. ആദ്യം അങ്ങോട്ട് പോകണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എല്ലാവരും പറഞ്ഞു ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് അവിടെ പോയി കണ്ടിട്ട് പോകാമെന്ന്. പക്ഷേ ഇത്രയും ഒരു ഭയാനകമാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്ഥലമെങ്കിൽ അന്ന് അതിലെത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ഈ കാഴ്ചയൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഒരുപാട് വീടുകളുണ്ടായിരുന്നു എന്ന് പറയുന്നു, കടകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒന്നും തന്നെ അവിടെ ഇല്ല. ഇത്രയും ഒരു നിമിഷ നേരം കൊണ്ട് പ്രകൃതിക്കുണ്ടായ മാറ്റവും അതിലൂടെ നഷ്ടപ്പെട്ട ആൾക്കാരെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ദൂരെ നിന്ന് ചെന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം ഇത്രത്തോളം ആണെങ്കിൽ അവിടെ അവശേഷിച്ചവരുടെയും അത് കണ്ടുകൊണ്ട് നിന്നവരുടെ അവസ്ഥ എന്തുമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മളവിടെ ഒരു വലിയ ഫ്ലെക്സ് കണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം 300-400 പേരോളം മരിച്ചവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ഇനി 200-ലധികം പേരെ കാണാനുണ്ട്, അവരെ പറ്റി ഒരു വിവരവുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും വിഷമമായിട്ട് തോന്നിയത് ഈ ചൂരൽമലയാണ്. സ്കൂളുകളുടെ തന്നെ ആ ഒരു കെട്ടിടത്തിൻ്റെ പകുതിയിൽ കൂടുതലും മണ്ണും മൂടിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനൊരിക്കലും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്നാലും ഇവിടം വരെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ പോയി കണ്ടത്. അത് ഇപ്പോഴും ഈ യാത്ര കഴിഞ്ഞെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ചൂരൽമലയുടെ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട്. മനുഷ്യരിത്ര നിസ്സാരരാണ് എന്നുള്ളത് ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പല മനുഷ്യരും ഇതൊന്നും ചിന്തിക്കാതെ കാണിച്ചു കൂട്ടുന്നതെന്നും ഒരു നിമിഷ നേരത്തേക്ക് ഇതൊക്കെ നമ്മൾ തന്നെ ഒരു നിമിഷം നേരത്തേക്കേ ഉള്ളൂ എന്ന് ഒരു മനുഷ്യരെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യരും അതിനെപ്പറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ അതിൻ്റെ വിഷമമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോയത് 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഓഫ് റോഡാണ്. നമ്മൾ ഓഫ് റോഡ് പോയിട്ട് വേണം നമുക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ. അപ്പം നല്ല റിസ്ക്കുള്ള യാത്രയാണ്. നന്നായിട്ട് ശരീരമൊക്കെ കൂലിങ്ങി ആകെ പ്രശ്നമായി, തലയൊക്കെ നമ്മുടെ ജീപ്പിൽ ഇടിച്ച് അങ്ങനെ നമ്മൾ പോയൊരു സ്ഥലമാണ് ഇത്. ഏകദേശം 8 കിലോമീറ്ററോളം ഓഫ് റോഡ് പോയിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നത്. പക്ഷേ ആ സ്ഥലം സൂപ്പർ സ്ഥലമാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഒത്തിരി അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അതിനൊക്കെ പ്രത്യേകം ചാർജുകളാണ്. അപ്പം നമുക്ക് താല്പര്യമുള്ളതിന് മാത്രം നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതിയാവും. വലിയ ആൾക്കാർക്ക് 250 രൂപയും ചെറിയ കുട്ടികൾക്ക് 100 രൂപയും ആണ് അവിടെ കയറുന്നതിന്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ എന്തിനെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് ബില്ലും കൂടെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കയറുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലാണ്. അവിടെ ഷൂവോ ചെരുപ്പോ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പുറത്ത് ഊരിയിട്ടിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. എനിക്ക് ഏറ്റവും വലിയ പേടിയുള്ള കാര്യമാണ് ഉയരം കൂടുന്നത്. പക്ഷേ ഈ ബ്രിഡ്ജ് കയറിയിട്ട് ഞാൻ പേടിച്ചിട്ടേ ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വീഡിയോ എടുക്കുന്ന മുന്നിലേക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ താഴെ എന്താണെന്ന് ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ടേ ഇല്ല. കാരണം അങ്ങനെ നോക്കിയാൽ പണി കിട്ടും എന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ താഴേക്ക് നോക്കിയിട്ടില്ല. കാരണം ഞാൻ അവസാനം ഫോണൊക്കെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അത് പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് താഴേക്കുള്ള കാഴ്ചകൾ കാണുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും, പെട്ടെന്ന് ഞാൻ തളരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും മനോഹരമായ കാഴ്ചയാണ്. കാരണം നമ്മൾ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഫുള്ള് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ കയറിയുന്ന. നമ്മൾ കയറിയപ്പോൾ ആൾ കുറവായിരുന്നു. പക്ഷെ പിന്നെ ആൾ വന്നുകൊണ്ടേയിരുന്നു. ആൾ കൂടിയപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജ് ഒന്ന് ആടുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. അപ്പോഴേ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നടന്നു തുടങ്ങി.
നടക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷനും വെപ്രാളവും പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇല്ല എന്തോ നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ പിടിച്ച് നടക്കുന്ന ഒരു പ്രതീതിയിലാണ് നടക്കുന്നത്. കാരണം തിരിച്ച് നടന്നപ്പോൾ എന്തായാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് താഴേക്ക് നോക്കി. എങ്ങനെയാണെന്നെങ്കിലും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നടന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സമാധാനം വന്നു. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്തേക്ക് കയറാനുണ്ട്. അതായത് ഏറുമാടം പോലെ മേളിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ ഹൈറ്റിൽ കയറുന്ന നമ്മൾ ആ കയറിയ ആ ടോപ്പ് കംപ്ലീറ്റ് കാണാൻ പറ്റും. അങ്ങനെ അവർ കയറിപ്പോയി. അപ്പോൾ അതും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഹൈറ്റുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നു. മുകളിലത്തെ കാഴ്ചകൾ അവരെടുത്ത് എനിക്ക് വീഡിയോ അയച്ചു തന്നുകൊണ്ട് ഇതാണ് ഏറ്റവും മേളിലുള്ള കാഴ്ചകൾ. അങ്ങനെ മനോഹരമായ കാഴ്ചയായിരുന്നു. അവർ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം വീഡിയോ വേണമല്ലോ എങ്കിലല്ലേ എനിക്ക് ഇതിലിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഓരോരുത്തരും എടുത്ത റെസിപ്റ്റ് അനുസരിച്ച് അവരവരുടെ ഗെയിമിലേക്ക് പോയി. കാരണം കുറച്ച് പേര് ഷൂട്ട് ചെയ്യുന്ന ഗെയിം എടുത്തിട്ടുണ്ട്. ബിനുവും ലേയും അവിടെയാണ് പോയത്. അങ്ങനെ പിന്നെ നന്ദ് കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഷിഫാനയുടെ മോൻ വന്നപ്പോഴത്തേക്കും ഞാനും അവനും കൂടെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മോൾക്ക് എന്തോ ഒരു പിണക്കം കാരണം അവൾ അവിടെ മാറിയിരുന്ന് കരയുകയാണ്. പിന്നെ അവൻ പോയി എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളൊക്കെ ആയി, ആളിൻ്റെ പിണക്കൊക്കെ മാറി. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ ജീപ്പിൽ കയറി പോകുന്നത് സൈക്ലിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ആളിനെയും സൈക്കിളിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളെ ജീപ്പ് കൊണ്ട് ഒതുക്കിയ സ്ഥലത്തിന് സൈഡിലുള്ള കാഴ്ചയാണത്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ വന്നു. അവിടെ ശരിക്കും കല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ പൊന്മുടിയിലൊക്കെ ഉള്ള കല്ലാറ് പോലെ നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ 4:30 മണിയോളമായി. നമുക്ക് എല്ലാവർക്കും ചോറാണ് കഴിക്കാൻ ആഗ്രഹം. ചോറ് കിട്ടുമെന്നറിയില്ല, എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പോയി. അപ്പോൾ അവിടുത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണത്. നല്ല മനോഹരമായ വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് കയറുകയാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ അനുചേച്ചിയും പിള്ളേരും വരാനിരുന്നതാണ്. പക്ഷേ ഒരാളുടെ എക്സാം കാരണമാണ് അനുചേച്ചിക്ക് വരാൻ പറ്റാത്തത്. അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും കൂടുന്ന സമയത്ത് മാക്സിമം എല്ലാവർക്കും വരാൻ പറ്റുന്ന ഡേറ്റ് നോക്കും. പക്ഷേ അതിൽ പലർക്കും നമ്മുടെ കൂടെ വരാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വിഷമം നമുക്കും ഉണ്ട്, ചേച്ചിക്കും പിള്ളേർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു കൂടലിന് തീർച്ചയായിട്ടും ചേച്ചി ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വേറെ തടസ്സങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് ചോറുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം പോലെ ചോറ് തന്നെ കഴിക്കാൻ പറ്റി. കുറച്ച് പേർക്ക് പൊറോട്ട, എൻ്റെ മോന് ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച ഉടനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നേരെ ഷിഫാനയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതുവരെ ട്രെയിൻ ടിക്കറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആലപ്പുഴയ്ക്ക് ഒരു 5 മണിക്കുള്ള ട്രെയിനുണ്ട്, ആലപ്പുഴ എക്സ്പ്രസ്. അതിൽ കയറി ആലപ്പുഴ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് പിന്നെ ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ ട്രെയിൻ എന്നുള്ളതിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണെന്നറിയില്ല. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലേ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ രാത്രി ചുരമൊക്കെ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഛർദിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും മോളും മത്സരിച്ച് ഛർദ്ദിച്ചു. അങ്ങനെ നമ്മൾ ഷിഫാനയുടെ വീട്ടിൽ എത്തിയപ്പം ഷിഫാനയുടെ ഉമ്മ നല്ല സൂപ്പർ ബിരിയാണിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങി. 3:30 മണിയായപ്പോൾ നമ്മൾ റെഡിയായി. ആരും ഡ്രസ്സൊന്നും മറന്നില്ല. ഈ ഡ്രസ്സിൽ തന്നെയാണ് പോകാമെന്ന് വിചാരിച്ചത്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങി. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ആലപ്പുഴ എക്സ്പ്രസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ നമുക്ക് കൊല്ലത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതാണ് എളുപ്പം, അത് പെട്ടെന്ന് എത്തുകയും ചെയ്യും. അങ്ങനെ ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയി. എടുത്തു. എന്നിട്ട് ഷിഫാന പറഞ്ഞത് AC കമ്പാർട്ട്മെൻറ്റ് കിട്ടുമെന്ന് നോക്കണം. കാരണം അവിടെ ഡോറിൻ്റെ അവിടെ നിന്നാൽ TTR വരുമ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ട് സീറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കതൊന്നും നടന്നില്ല. അവസാനം നമ്മൾ കുറേ നേരം AC കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് നിന്നു. അങ്ങനെ TTR വന്നപ്പോഴത്തേക്ക് സീറ്റൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ടിക്കറ്റ് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറാൻ പറഞ്ഞു. പിന്നെ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. അതിന് ശേഷമാണ് നമുക്കൊന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. നമ്മൾ കുറേ ദിവസം മുന്നേ ടിക്കറ്റ് നോക്കിയതാണ്. പക്ഷേ അപ്പോഴൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ടുപോകുമ്പോൾ റിസർവേഷൻ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പം നമുക്ക് ഈ തിരിച്ച് വരുന്നതിന് മാത്രമേ നമുക്ക് ഒത്തിരിയെങ്കിലും ഒരു പ്രശ്നം വന്നുള്ളൂ. പക്ഷേ എന്ന് കരുതി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. കാരണം സീറ്റൊക്കെ കിട്ടി, ഇരുന്നിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഈ ഒരു സമയം അതായത് കൊണ്ടാണ്, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ അതൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം നമുക്ക് കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ സ്ഥലം കിട്ടി. പിന്നെ നമ്മൾ ഇരുന്നിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഊണൊക്കെ കഴിച്ചു. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. എൻ്റെ വയനാട് കണ്ണൂർ യാത്ര ഇതാണ്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം നിങ്ങളും പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.